രാജ്യം തനിക്ക് സേവനം ചെയ്യാൻ അവസരം നൽകിയപ്പോൾ താൻ എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്ന മന്ത്രം സർക്കാരിന്റെ പ്രമേയമാക്കിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എല്ലാവർക്കും ചികിത്സ, എല്ലാവർക്കും ആരോഗ്യം എന്നതാണ് ഈ പ്രമേയത്തിന്റെ പ്രധാന അടിത്തറയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിൽ ഭാഗേശ്വർ ധാം മെഡിക്കൽ ആൻഡ് സയൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച ശേഷം പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. आपके पड़ोस में ही जो जिला अस्पताल है, चिकित्सा केंद्र हैं, वहां कैंसर क्लिनिक भी खोले जा रहे हैं. लेकिन भाइयों बहनों, आपको मेरी एक बात अच्छी लगे या बुरी लगे, लेकिन इसको कुछ करना ही पड़ेगा. याद रखना और जीवन में लागू करना. कैंसर से सुरक्षा के लिए आपको भी सावधान और जागरूक होना पड़ेगा. सबसे पहली सावधानी ये है कि समय से कैंसर की पड़ताल, क्योंकि एक बार कैंसर फैल गया तो उसे हराना उतना ही मुश्किल हो जाता है. इसलिए हम 30 साल से ज्यादा उम्र के सभी लोगों की जांच के लिए एक अभियान चला रहे हैं. അടുത്ത 3 വർഷത്തിനുള്ളിൽ രാജ്യത്തെ എല്ലാ ജില്ലകളിലും ക്യാൻസർ ഡേ കെയർ സെന്ററുകൾ തുറക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയിലെ മതസ്ഥാപനങ്ങളാണ് മിക്ക വലിയ ആശുപത്രികളും നടത്തുന്നത്. ആരോഗ്യവും ശാസ്ത്രവുമായി ബന്ധപ്പെട്ട നിരവധി ഗവേഷണ സ്ഥാപനങ്ങൾ നടത്തുന്നത് മത ട്രസ്റ്റുകളാണ്. കോടിക്കണക്കിന് പാവങ്ങളെ ഈ സ്ഥാപനങ്ങളിൽ ചികിത്സിക്കുകയും സേവിക്കുകയും ചെയ്യുന്നു. ഈ മഹത്തായ പാരമ്പര്യത്തിലേക്ക് ഭാഗേശ്വർ ധാമിന്റെ രൂപത്തിൽ പുതിയ അധ്യായം ചേർക്കാൻ സാധിക്കുന്നതിൽ സന്തോഷിക്കുന്നതായും നരേന്ദ്രമോദി പറഞ്ഞു. നേരത്തെ പ്രധാനമന്ത്രി ഭാഗേശ്വർ ധാം ബാലാജി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. 200 കോടിയിലധികം രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ക്യാൻസർ ആശുപത്രി ദരിദ്രരായ ക്യാൻസർ രോഗികൾക്ക് സൌജന്യ ചികിത്സ വാഗ്ദാനം ചെയ്യുന്നു. അത്യാധുനിക സൌകര്യങ്ങളും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ആശുപത്രിയിൽ ലഭ്യമാക്കും. ഭോപ്പാലിൽ നടക്കുന്ന ദ്വിദിന ആഗോള നിക്ഷേപക ഉച്ചകോടിയുടെ ഉദ്ഘാടനവും നരേന്ദ്രമോദി നിർവഹിക്കും. നാളെ പ്രധാനമന്ത്രി ബീഹാറിലെ ഭഗൽപൂരിലേക്ക് പോകും. PM കിസാൻ പദ്ധതിയുടെ 19ാം ഗഡു വിതരണം ചെയ്യുന്ന അദ്ദേഹം ബീഹാറിലെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും നിർവഹിക്കും. തുടർന്ന് ജുമോയർ ബിനന്ദിനി പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ഗുവാഹത്തിയിലേക്ക് പോകും. അസമിലെ 200 വർഷത്തെ തേയില വ്യവസായത്തിന്റെയും വ്യവസായവൽക്കരണത്തിന്റെയും പ്രതീകമാണ് മെഗാ ജുമോയർ പരിപാടി. ചൊവ്വാഴ്ച ഗുവാഹത്തിയിൽ അസം നിക്ഷേപക ഉച്ചകോടിയുടെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിക്കും.